ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ മന്നത്ത് പത്മനാഭൻ്റെ സംഭാവനകളെ കേരളം വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് അവർണർക്ക് വേണ്ടി സവർണ ജാഥ നയിച്ച നവോത്ഥാന നായകൻ കൂടിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനി, നവോത്ഥാന നായകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തെയും പൊതുബോധത്തെയും എങ്ങനെ സ്വാധീനിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അധകൃത വർഗത്തിൽപ്പെട്ട അവർണരായ സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് പോലും അർഹതയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി പോരാടിയ മഹത് വ്യക്തിത്വമായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിനും ഒപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിനും നേതൃത്വം കൊടുത്തു. ഗാന്ധിജി പോലും ഇടപെട്ട ദേശീയ തലത്തിൽ അറിയപ്പെട്ട വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ശ്രീമൂലം കൗൺസിലിലും ഒപ്പം ട്രാവൻകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും അംഗമെന്ന നിലയിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിനായി. ഒരു കലാകാരൻ എന്ന നിലയിൽ കൈനിക്കര കുമാരപിള്ളയുടെ നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത് പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോഴും തൻ്റെ ജനതയോടും കേരളീയ സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റി. അദ്ദേഹം നടപ്പിലാക്കിയ അനവധി പ്രക്ഷോഭങ്ങളുണ്ട്. വ്യത്യസ്ത മേഖലകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. സർ സി പിയുടെ ഭരണത്തിനെതിരെ അദ്ദേഹം നയിച്ച പ്രക്ഷോഭങ്ങൾ പിൽക്കാലത്ത് സർ സി പിയുടെ പതനത്തിന് നയിച്ചു. സ്വാതന്ത്ര്യ സമര പോരാളി എന്നുള്ള രീതിയിലും സമുന്നതമായ സംഭാവനകളാണ് അദ്ദേഹം ചെയ്തത്. ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ EMS മന്ത്രിസഭയുടെ പതനത്തിന് ഇടയാക്കിയ സമരമായിരുന്നു വിമോചന സമരം. കേരളത്തിലെ പ്രബല ക്രൈസ്തവ വിഭാഗമായ സീറോ മലബാർ സഭയ്ക്കും ഒപ്പം ബഹാക്കി തങ്ങളോടും കോൺഗ്രസിനോടും ഒപ്പം ചേർന്നുകൊണ്ട് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ മന്നത്ത് പത്മനാഭനായിരുന്നു. 1964 ഒക്ടോബർ 9 കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാനിതാ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നാമകരണം നൽകുന്നു. കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നാമകരണം ചെയ്തത് ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോഴാണ്. കേരള കോൺഗ്രസ് എന്ന യാഗാശ്വത്തെ താൻ